ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി ആൾട്ടോ 800 ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വിൻഡോ, അതായത് ഈ സൈഡിലെ വിൻഡോ താഴുന്നുണ്ട്, ആ സൈഡിലെ വിൻഡോ താഴുന്നില്ല, പൊങ്ങി നിൽക്കുകയാണ്, ഇപ്പോൾ താഴുന്നില്ല. അപ്പോൾ അത് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഈ സ്വിച്ചിൻ്റെ ഭാഗത്തോട്ട് വന്ന് നോക്കാം. നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇഗ്നീഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇഗ്നീഷൻ നമ്മളിപ്പോൾ ഓൺ ചെയ്ത് ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ ഈ ഭാഗത്തെ വിൻഡോ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സൈഡിലോട്ട് വരുന്ന അവസരത്തിൽ പിന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ സ്വിച്ച് അമർത്തുന്നുണ്ട്. പൊങ്ങുമ്പോൾ അവിടെ മോട്ടർ ഇറങ്ങുന്നൊരു സൗണ്ട് കേൾക്കാം. പക്ഷെ താഴുമ്പോൾ ഒരു ഫീലും കിട്ടുന്നില്ല. കാരണം ഒരു സ്വിച്ചിനൊരു ഒരു ഒരു ഫീൽ ഇല്ലാത്ത പോലെ ഒരു ഫ്രീ മൊമെൻറ്റിലാണ് കിടക്കുന്നത്. മിക്കവാറും ഈ സ്വിച്ചിനകത്തെ ഇതിൽ പൊട്ടൽ വന്ന് കാണും, ഒരു നീഡിൽ പോലുള്ള ഒരു സാധനം പൊട്ടൽ വന്ന് കാണും. എന്തായാലും നമുക്കത് അഴിച്ചു നോക്കാം. അതിന് മുന്നേ നമുക്ക് നോക്കേണ്ടത് ഈ ഡോർ പാഡ് അഴിച്ചിട്ട് അതിൽ നമ്മൾ താക്കുമ്പോൾ കറണ്ട് വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡോർ പാഡ് അഴിച്ചെടുക്കാം. കറണ്ട് വരുന്നുണ്ടോ നോക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് അഴിച്ചെടുക്കാം. ഡോർ പാഡ് അഴിച്ചെടുക്കാനായിട്ട് ഇതിനുള്ളിൽ ഒരു സ്ക്രൂ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ബുള്ളറ്റ് ക്ലിപ്പ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് നടുക്കോട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഊരിയെടുക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഈ കവളൂടെ നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. മിററിൻ്റെ അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. കയറ്റി ഇടുമ്പോൾ ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വേണം ഇത് കയറ്റി ഇടാനായിട്ട്. ഈ ഭാഗത്തെ ലോക്ക് ഉള്ളിലായിട്ട് പോകണം. അപ്പോൾ ഡോർ പാഡ് നമുക്ക് അഴിച്ചെടുക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഒരു ബുള്ളറ്റ് ക്ലിപ്പ് ഊരി വരും. അപ്പോൾ ബാക്കിയുള്ള സ്ക്രൂവും കാര്യങ്ങളും നമുക്ക് അയച്ചെടുക്കാം. നമ്മൾ ഈ ഭാഗത്ത് സ്ക്രൂ അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തെ ആ കപ്പും ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് അവിടുന്ന് കപ്പ് ഊരിയെടുത്തത്. അതുപോലെ തന്നെ ആ സൈഡിലെ സ്ക്രൂ വരുന്നത് ഇത്രയ്ക്ക് നീളമുള്ള ഒരു സ്ക്രൂ ആയിരിക്കും നമ്മുടെ ഈ ഇന്നർ ഹാൻഡിലിൽ വരുന്നത്. അപ്പോൾ ഈ ഇന്നർ ഹാൻഡിലിൻ്റെ നമ്മൾ ഡോർ പാഡ് അയച്ചെടുക്കാൻ വേണ്ടി ഇന്നർ ഹാൻഡിൽ സ്ക്രൂ അയച്ച് കഴിഞ്ഞിട്ട് ഇത് ഫ്രണ്ടിലോട്ടൊന്ന് മൂവ് ചെയ്തിട്ട് വേണം ഡോർ പാഡ് അയച്ചെടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ കപ്പ് പൊട്ടിപ്പോവും. ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഡോർ പാഡ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റിയിട്ട് ഇങ്ങനെ ഇടയ്ക്കൂടെ കയറ്റി കഴിഞ്ഞാൽ ഡോർ പാഡ് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഡോർ പാഡ് അഴിക്കാനായിട്ട് ജസ്റ്റ് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ക്ലിപ്പുകളും റിമൂവ് ആയിട്ട് ഡോർ പാഡ് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നോബ് മുകളിലോട്ട് പൊക്കിയിട്ട് വേണം ഡോർ പാഡ് ഊരിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാവി ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് പൊക്കി നോക്കാം. സ്വിച്ചിൽ പൊക്കുമ്പോൾ ഇവിടെ സൗണ്ട് കേൾക്കുന്നതായിട്ട് ഈ ഭാഗത്ത് മോട്ടറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ പൊങ്ങുമ്പോൾ കറണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പൊങ്ങുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. താക്കുമ്പോൾ അവിടെ ഒരു ഫീലും കിട്ടുന്നില്ല. നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ താക്കുമ്പോൾ ഒരു ഫീലും ഇല്ല. പക്ഷേ സ്വിച്ച് ഒരു ഫ്രീ പോലെയാണ്. താക്കുമ്പോൾ വണ്ടി ഇതുപോലൊരു സൗണ്ട് കേൾക്കേണ്ടതാണ്. പൊക്കുമ്പോൾ ഇവിടെ മോട്ടർ അനങ്ങുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മോട്ടറിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ മോട്ടറിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് മോട്ടറിൻ്റെ ഇതാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ആ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് പ്രസ് ചെയ്ത് ഈ ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് അഴിക്കുന്ന ക്ലിപ്പാണ് വരുന്നത്. ഈ ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ സോക്കറ്റ് ഊരിയെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ സോക്കറ്റ് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 വയറാണ് വരുന്നത്. ഒന്ന് പൊക്കുന്ന സമയത്ത് ഇതിൽ കറണ്ട്, ഒരു പോളിൽ കറണ്ട് വരും, താക്കുന്ന സമയത്ത് മറു പോളിൽ കറണ്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടെസ്റ്റ് ലാമ്പ് ഇപ്പോൾ എർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോളിൽ ഫസ്റ്റ് പോളിൽ നമുക്ക് കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഫസ്റ്റ് പോളിൽ ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. പൊക്കുമ്പോൾ അവിടെ കറണ്ട് വരുന്നുണ്ട്, താക്കുമ്പോൾ അവിടെ കറണ്ട് വരുന്നില്ല. മീൻസ് പൊക്കുമ്പോൾ കറണ്ട് വരുന്നത്, അതായത് വിൻഡോ പൊക്കുന്ന സമയത്ത് കറണ്ട് വരുന്നത് ഈ ചുമന്ന പോളിൽ കൂടെയാണ്, അതായത് ഫസ്റ്റ് പോളിൽ കൂടി ചുമന്ന വയറിൻ്റെ ഭാഗത്തു കൂടെയാണ് കറണ്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ പൊക്കുന്ന സമയത്ത് എന്തായാലും ഇതിൽ ആ മോട്ടർ അനങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇഗ്നിഷൻ ഓൾറെഡി ഓണിലാണ് കിടക്കുന്നത്. പൊക്കുന്ന സമയത്ത് കറണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ താക്കുമ്പോൾ അതിൽ കറണ്ട് വരുന്നില്ല. പൊക്കുമ്പോൾ അതിൽ കറണ്ട് വരുന്നുണ്ടെങ്കിൽ താക്കുമ്പോൾ മറു പോളിലാണ് കറണ്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് അടുത്ത പോളിൽ കണക്ട് ചെയ്തിട്ട് കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ അടുത്ത ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് വയറിൻ്റെ. നമ്മൾ ഫസ്റ്റ് ഇട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പൊക്കി നോക്കാം. പൊക്കി നോക്കുമ്പോൾ കറണ്ട് വരില്ല, താഴ്ക്കുമ്പോഴും കറണ്ട് വരില്ല. കാരണം പൊക്കുമ്പോൾ ഇതിൽ കറണ്ട് വരുന്നുണ്ടെങ്കിൽ താഴ്ക്കുമ്പോൾ മറുപൊള്ളിലാണ് കറണ്ട് വരേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ
താക്കുന്ന അവസരത്തിൽ അവിടെ കറണ്ട് വരുന്നില്ല. ഓക്കെ, സ്വിച്ചിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും, പക്ഷേ അവിടെ കറണ്ട് വരുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഈ ഒന്നുകിൽ ഈ ലൈന് അല്ലെങ്കിൽ ഈ സ്വിച്ച്. അപ്പം നമുക്ക് ആദ്യം അഴിക്കേണ്ടത് ഈ സ്വിച്ചാണ്. കാരണം നമ്മൾ ഈ താഴോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫീ മൊമെൻ്റാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാനാണ് ചാൻസ്. അപ്പോൾ മേളിലോട്ട് കുഴപ്പമില്ല, അതുകൊണ്ടാണ് അവിടെ മേളിൽ കറണ്ട് വരുന്നതും മോട്ടർ അനങ്ങുന്ന സൗണ്ടും കേൾക്കുന്നത്. അപ്പോൾ താഴോട്ട് ഒരു സുഖമില്ലാത്ത രീതിയിലാണ് അത്. ഇത് ഈ ഒരു സൗണ്ട് താഴോട്ട് കിട്ടുന്നില്ല ഇതിന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്വിച്ച് എടുക്കാം. ഡോർപാടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡോർപാടും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ചാണ് അഴിക്കേണ്ടത്, അതായത് ഈ സ്വിച്ചാണ് അഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് അഴിച്ചെടുക്കാനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, അപ്പോൾ ഇങ്ങനെ പൊക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ചിൻ്റെ അസംബ്ലി ഫുള്ളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ വയർ അങ്ങ് ഊരിവിടാം. വയർ ഊരിവിടാനായിട്ട് ഇവിടെ പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ വയർ ഊരി വരും. അപ്പോൾ എന്തായാലും നമ്മൾ പ്രസ് ചെയ്തിട്ട് വലിച്ച് അതിൻ്റെ സോക്കറ്റ് ഊരിയെടുക്കാം. അത് പ്രസ് ചെയ്തിട്ട് സോക്കറ്റ് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോക്ക് വരുന്നതുണ്ട് ഈ 2 ലോക്കിലാണ്. ഈ ഭാഗത്തെ 4 ലോക്കിലാണ് ഇവിടെ പോയിട്ട് ലോക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, ഈ ഭാഗത്തും ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. അത് ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ ഇടയ്ക്കിലോട്ട് കയറ്റി കഴിഞ്ഞിട്ട് പെതുക്കെ ഇത് ഊരിയെടുക്കണം. അതായത് ധൃതി പിടിച്ച് ഊരി കഴിഞ്ഞാൽ ഈ ലോക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ഇവിടെ കുത്തിയിട്ട് പെതുക്കെ ഇത് ഊരിയെടുക്കാം. നമ്മളിപ്പോൾ ഈ സ്വിച്ച് അഴിച്ച് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന വിൻഡോയുടെയാണ്. ഈ ടക്ക് ടക്ക് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അത് നമ്മൾ പൊക്കുമ്പോൾ ആ ഒരു ടക്ക് ടക്ക് ഫീൽ കിട്ടുന്നുണ്ട്. ഇത് താക്കുമ്പോൾ ഒരു ഫീലും ഇല്ല. പൊക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്, പക്ഷേ താക്കുന്ന സമയത്ത് ഒരു ഫീലും കിട്ടുന്നില്ല. അപ്പോൾ ഇത് താക്കുമ്പോൾ ടക്ക് എന്നുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് താക്കുമ്പോൾ ഒരു ഫീലും കിട്ടുന്നില്ല. മീൻസ് ഇതിനകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് അഴിച്ചെടുക്കണം. അപ്പോൾ താക്കുന്ന സമയത്ത് ഒരു ഫീൽ, അതുകൊണ്ടാണ് ആ വിൻഡോ താന്ന് വരാത്തത്. കാരണം ഇവിടെ നിന്ന് കറണ്ട് അങ്ങോട്ട് സപ്ലൈ പോകുന്നില്ല മോട്ടറിലോട്ട്. നമ്മൾ കറണ്ട് അവിടെ ചെക്ക് ചെയ്താണ്. അപ്പോൾ മേളിലോട്ട് വരുമ്പോൾ ഓക്കെയാണ്, താഴോട്ടില്ല. അപ്പോൾ ഇത് അഴിച്ചെടുക്കാനായിട്ട് നമ്മളൊരു ചെറിയ മൈനസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ഈ ലോക്ക് പ്രസ് ചെയ്തിട്ട് വേണം അത് അഴിച്ചെടുക്കണം. അപ്പോൾ ഈ ലോക്ക് പ്രസ് ചെയ്തിട്ട് നീക്കുന്നത് ഇതൊക്കെ വേണം നീക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് പെതുക്കെ തിക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക് ഇതിൻ്റെ വെളിയിൽ വന്നിട്ടുണ്ട്. പെതുക്കെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് പെതുക്കെ ഇത് ഊരിയെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഊരിയെടുത്തിട്ടുണ്ട്. ഫുള്ള് ഇതിനകത്ത് പൊടി അഴുക്കും കാര്യങ്ങളുമാണ് ഉള്ളത്. ഇതിനകത്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ആദ്യം ജസ്റ്റ് ഒന്ന് എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കംപ്ലയിൻറ്റ്, താഴോട്ടൊരു ഫീലും ഇല്ലാത്തത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട പൊടി ഉണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ സ്വിച്ചിൻ ഒക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഊരിയെടുക്കണം. അത് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതിലൊന്ന് പ്രസ് ചെയ്യുക. കാരണം ഇത് നമ്മൾ കെയർഫുള്ളായിട്ട് പ്രസ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്വിച്ച് പുതിയത് മാറേണ്ടി വരും. കാരണം ഈ സ്വിച്ച് ശരിക്കും റിപ്പയറബിൾ അല്ല, ശരിക്കും ഇത് പുതിയത് മാറണം. അപ്പോൾ നമുക്കൊന്ന് റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഒരു ലോക്കുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ സൈഡിലായിട്ട് ഈ കാണുന്നത്, അതുപോലെ തന്നെ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും മൈനസ് കൊണ്ട് തിക്കിയിട്ട് പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ലെഗ് പൊട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരെണ്ണം ആ പൊട്ടിയതിൻ്റെ പീസാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഒരെണ്ണം പൊട്ടിയിരിക്കുകയാണ്. മീൻസ് ഇത് കുഴപ്പമില്ല, പക്ഷേ ഇത് പൊട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ കോണ്ടാക്റ്റ് വരുന്നത് ഒരു പിത്തളയുടെ ഒരു റാഡായിരിക്കും വരുന്നത്. അതൊക്കെ ഇളകി കിടക്കുകയാണ്. കാരണം അത് പൊട്ടിയിട്ട് ഇതിനകത്ത് ഇളകി കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് കറക്റ്റായിട്ട് നേരെ എടുത്ത് വെക്കുക. നമ്മളിപ്പോൾ ചരിഞ്ഞ് വീണ ഭാഗം അത് കറക്റ്റായിട്ട് നേരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ ഇതിനകത്തൊരു സ്പ്രിങ് വരും. അപ്പോൾ ഇതേ നീളത്തിൽ, അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് നമ്മൾ എടുക്കുക. ഇതിൻ്റെ ഒരു അളവിൽ
എന്തെങ്കിലും കൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് വെച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു റൗണ്ട് വേണമെന്ന് മാത്രം, എന്നിട്ട് നമുക്ക് റെഡി ആവുന്നുണ്ട്. നോക്കണം, ഇത്രയാണ് കട്ടായി പോയേക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്വിച്ച് ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ഇത്രയും പീസ് കട്ടായിട്ട് പോയതിന് മുമ്പേ നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇത്രയും പീസ് ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് സെറ്റ് ചെയ്ത് ഇതിനകത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ പഴയ ഇതുപോലത്തെ സ്വിച്ച് മാറിയത്, നേരത്തെ മാറിക്കിടന്ന ഒരു സ്വിച്ചിൻ്റെ ഇതിൻ്റെ ലെഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം നിന്ന് ഊരി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം പൊട്ടിയതായിരുന്നു, ഒരെണ്ണം പൊട്ടാത്ത പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്വിച്ച് മാറുന്ന അവസരത്തിൽ അതുപോലെ സെറ്റായിട്ടൊക്കെ, കാരണം നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസരത്തിലൊക്കെ നമ്മൾ സ്വിച്ച് അസംബ്ലി ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഒരു പീസാണ് ഇത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൽ, അതായത് എയർ ഫിൽറ്ററിൻ്റെ ഒരു പീസിൽ, അല്ലെങ്കിൽ ചീപ്പ്, നമ്മുടെ തലയിരുന്ന ചീപ്പിൻ്റെയൊക്കെ എൻഡിൽ ഇതേ പോർഷനിൽ കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേ പോർഷനിൽ ഒരു പ്ലാസ്റ്റിക് വെട്ടിയെടുത്താൽ മതി. നമുക്ക് ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിനകത്തോട്ട് കയറ്റിയിടാൻ പറ്റത്തില്ലെങ്കിൽ അതേപോലെ സ്ക്വയർ ആക്കിയിട്ട് നേരെ കയറ്റിയിട്ടാലും നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, നമ്മളിപ്പോൾ പുതിയൊരു സാധനം, പുതിയല്ല, സെക്കൻഡ് മാറിയതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റിയിടുകയാണ്. അപ്പോൾ സെയിം നീളം തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. ഇതും അതും സെയിം നീളമാണോ എന്നുള്ളത്. ഏകദേശം സെയിം നീളം തന്നെയാണ് വരുന്നത്. ഓക്കെ, നമ്മൾ വാഗണർ മാറിയ ഒരു സ്വിച്ചിൻ്റെ പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തൊക്കെ കറക്റ്റായിട്ടാണ് കിടക്കുന്നത് നോക്കുക. ഈ കമ്പി തിരിഞ്ഞാണോ കിടക്കുന്നത് നോക്കുക. തിരിഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ കയറ്റിയിട്ട് രണ്ട് സൈഡിലും 2 പ്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് കിടന്ന് നേരെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇതിനുള്ളിലോട്ട് പതുക്കെ ഇറക്കുക. കാരണം ഇറക്കുന്ന സമയത്ത് ഇത് ചാടിപ്പോയത്. ഇവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്. ആ 2 ലോക്കും കറക്റ്റായിട്ട് തന്നെ വീഴുന്നുണ്ടോയെന്നൂടെ നോക്കുക. നേരെ പ്രസ് ചെയ്ത് കയറ്റുക. ഓക്കെ, നമ്മളിപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ താഴോട്ട് പിടിക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നത് കണ്ടോ. മേളിലോട്ട് പിടിക്കുമ്പോഴും ആ ഒരു ഫീലുണ്ട്, താഴോട്ട് പിടിക്കുമ്പോഴും ആ ഒരു ഫീലുണ്ട്. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ താഴോട്ട് വെക്കുമ്പോൾ ഈ ഒരു ടക്ക് ടക്ക് എന്നുള്ളൊരു സംഭവമില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ഈ പൊട്ടിയ പീസ് ഇത്രയും ഭാഗം പോകുമ്പോഴത്തേക്ക് ഈ സ്വിച്ചിന് ലെങ്ത് ഇല്ലാതെ വരുമ്പോൾ അവിടെ കോൺടാക്റ്റ് കറക്റ്റ് കിട്ടാതെ അവരിങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്, അതായത് ഇങ്ങനെ ഇരിക്കുന്ന വളഞ്ഞ ഒരു പ്ലേറ്റാണ് ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് പോയി തട്ടുമ്പോൾ ഇത് താഴോട്ടാവും, ഇങ്ങോട്ട് വരുമ്പോൾ തട്ടുമ്പോൾ താഴോട്ടാവും. ഇതിന് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ തട്ടി താഴോട്ട് പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അങ്ങനെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഇത് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് അത് കറക്റ്റ് കോൺടാക്റ്റ് കിട്ടാത്തത്. അപ്പോൾ ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇത് വിൻഡോ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇനി ഇത് സോക്കറ്റ് ഒന്ന് കൊടുത്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മെയിനായിട്ട് നോക്കാം. ജസ്റ്റ് നമ്മൾ സോക്കറ്റ് കൊടുത്തു. ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താക്കുന്ന സമയത്ത് അവിടെ താഴുന്നുണ്ട്, പൊങ്ങുന്ന സമയത്ത് അങ്ങോട്ടൊന്ന് കാണിച്ചു പോയി. അപ്പോൾ നമ്മൾ താക്കുന്ന സമയത്ത് പൊങ്ങുന്ന സമയത്ത് പൊങ്ങുന്നുണ്ട്, താക്കുന്ന സമയത്ത് അവിടെ താഴുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് സൈഡും വർക്ക് ചെയ്യുന്നു. റൈറ്റ് സൈഡിന് നേരത്തെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സ്വിച്ചിൻ്റെ കവറുണ്ട്, കവർ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോക്കറ്റ് നമ്മളിപ്പോൾ ഊരിയെടുത്തു. ഇതിൻ്റെ കവർ നമുക്ക് പ്രസ് ചെയ്ത് കയറ്റാം. ഇനി നമുക്കിതിൻ്റെ കവറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കവർ കൊടുക്കാൻ നേരം ഈ കറക്റ്റ് ഈ വെട്ടിൻ്റെ ഭാഗം ഇങ്ങനെ കറക്റ്റ് കയറ്റിയിട്ടതിന് ശേഷം ഈ ലോക്കുകളെല്ലാം ഈക്വൽ ഭാഗത്തോട്ടാണോ വന്ന് നിൽക്കുന്നത് നോക്കുക. വന്ന് നിൽക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് വിടുക. പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കറക്റ്റാണോ ലോക്കാവുന്നതെന്ന് നോക്കുക, കറക്റ്റാണോ എന്ന് ലോക്കാവുന്നതെന്ന് നോക്കുക. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പുറത്ത് വെച്ച് സ്വിച്ച് നോക്കുക. ടക്ക് ടക്ക് ആ ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നത് ടൈറ്റ് സ്വിച്ചിന് വരുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു ഇതിനകത്ത് ഞാൻ ഈടിൽ മാറിയപ്പോഴത്തേക്ക് അതിൻ്റെ ടൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സോക്കറ്റ് കൊടുക്കാം. സോക്കറ്റ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കയറ്റി വെക്കാം. അപ്പോൾ കയറ്റി വെക്കാൻ നേരം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് സെൻറ്ററിലോട്ട് വെക്കുക. ആ ഭാഗത്ത് ലോക്കായി, ഈ ഭാഗത്തും ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട് കറക്റ്റ് വർക്കിംഗ് ആണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്തു. കാരണം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ കുറേ വട്ടം നോക്കിയതാണ്. അപ്പോൾ ബാറ്ററി ഡൗൺ ആവാനുള്ള ചാൻസും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വർക്കാവുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ താഴോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു, ഇപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ടും കയറുന്നു. റൈറ്റ് സൈഡിനെ അപേക്ഷിച്ചിട്ട് റൈറ്റ് സൈഡിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ റൈറ്റ് സൈഡും കറക്റ്റായിട്ട് തന്നെ പൊങ്ങുകയും താഴെയും ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ് സൈഡിന് കംപ്ലയിൻ്റ് ആയിരുന്നു, എൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു എൻ്റെ കംപ്ലയിൻറ്റ് വന്നത്. ഓക്കെ,
അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് പവർ വിൻഡോ പൊങ്ങുന്ന പവർ വിൻഡോ നമ്മൾ പൊക്കുന്ന സമയത്ത് ആ സ്വിച്ചിന് ഫീൽ ഉണ്ട്. പക്ഷേ പവർ വിൻഡോ താക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ്സിന് ഒരു ഫീലും കിട്ടുന്നില്ല. അപ്പോൾ സ്വിച്ച് നമ്മൾ നോക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കറണ്ട് വരുന്നുണ്ടോ നമ്മൾ നോക്കിയപ്പോൾ കറണ്ടും കാര്യങ്ങളൊക്കെ അവിടെ പൊങ്ങുമ്പോൾ ഉള്ള കറണ്ട് അവിടെ വരുന്നുണ്ട്. പക്ഷേ താക്കുന്ന സമയത്ത് ഡൗൺ ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ട് വരുന്നില്ല. മീൻസ് ഇവിടുന്ന് അങ്ങോട്ട് കറണ്ട് പോകാതെ വരാം, സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരാം. അപ്പോൾ സ്വിച്ച് നമ്മൾ നോക്കുമ്പോൾ താക്കുന്ന സമയത്ത് ഒരു ഫ്രീ മൊമെൻ്റ് ആണ് സ്വിച്ചിന് കിട്ടിയത്. അപ്പോൾ സ്വിച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് അവിടെ നമ്മൾ കണ്ടു അതിൻ്റെ പ്ലാസ്റ്റിക് പൊട്ടിയിരുന്നു. അപ്പോൾ ആ പ്ലാസ്റ്റിക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പഴയ പ്ലാസ്റ്റിക് കിട്ടാതെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേ ഷേപ്പിൽ ഒരു ശകലം പ്ലാസ്റ്റിക് എവിടെയെങ്കിലും ഇച്ചിരി കട്ടിയുള്ള ബാക്കി ചീപ്പിൻ്റെ പീസോ അല്ലെന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ ഒക്കെ സൈഡിൽ വരുന്ന പീസോ അല്ലെങ്കിൽ ഏത് പ്ലാസ്റ്റിക് അലിച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് അതേപോലെ രാവി എടുത്തിട്ട് ആ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ലെങ്ത് കറക്റ്റ് ആയിരിക്കണം. ലെങ്ത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാലും വർക്കാവില്ല, കൂടി കഴിഞ്ഞാൽ സ്വിച്ച് അങ്ങോട്ട് നീങ്ങാത്ത അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ പ്ലേറ്റ് അതിനകത്തെ പ്ലേറ്റ് കറക്റ്റായിട്ടാണ് കിടക്കുന്നത് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കയറ്റിയിട്ട് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നേരത്തെ മാറിയ ഒരു പീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പീസ് അതിൽ നിന്ന് അഴിച്ചിട്ട് മാറ്റി ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു പീസ് എടുത്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വിൻഡോ നമുക്ക് മാറാതെ തന്നെ ശരിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിൻഡോയുടെ കംപ്ലൈൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.